ശാന്തിദീപം സ്കൂൾ ഫോർ ഡിഫറൻറ്റ്ലി ആബിൾഡ് സ്ഥാപനത്തിൽ നിന്നും പ്രഥമ കെ മുഹമ്മദ് ഈസ മെമ്മോറിയൽ സംസ്ഥാന അവാർഡ് നേടിയ കെ ജലറാണിക്കുള്ള അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ താഹിർ, കെ ജി ബാബു, പി എം പത്മനാഭൻ, പി കെ ദിനേശ് ബാബു എന്നിവർ ജലറാണിയെ ആദരിച്ചു. ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു സന്ദേശമായി ടീച്ചർ ഉയർന്നു നിൽക്കുന്നു. ആ ഉയർച്ചയാണ് ഈ കെ മുഹമ്മദ് ഈസ അവാർഡും ഇനിയും അവാർഡുകൾ വാങ്ങാനുള്ള ടീച്ചറുടെ കരുത്ത്. ആ കരുത്തിന് മുമ്പിൽ എല്ലാ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും നടന്നുകൊണ്ട് ഇനിയും ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കിട്ടാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിന്റെ ഔപചാരികമായ ശാന്തിദീപം സ്കൂൾ സെക്രട്ടറി ഡോക്ടർ താഹിർ അധ്യക്ഷനായി. കണ്ണൂർ സൗത്ത് AEO N സുജിത്ത് വിശിഷ്ടാതിഥിയായി. 2016 ഭിന്നശേഷി അവകാശ നിയമത്തിൽ ഉൾപ്പെടുത്തിയ 21 വിഭാഗം ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി അവർ നൽകിയ സമഗ്ര സംഭാവനകൾ വിലയിരുത്തിയാണ് ഭിന്നശേഷി മേഖലയിലെ മികച്ച ജീവകാരുണ്യ പ്രവർത്തകയ്ക്കുള്ള അവാർഡ് ജലറാണിയെ തേടിയെത്തിയത്. ഓട്ടിസം ബാധിച്ച സ്വന്തം മകൻ അജയന്റെ ജനനവും പരിചരണവും ജീവിതത്തിന്റെ ഭാഗമായി മാറിയപ്പോഴാണ് ജലറാണി ഭിന്നശേഷി മേഖലയിൽ സജീവമാവുന്നത്. ജീവിതത്തിൽ 2 തവണ ക്യാൻസർ ബാധിച്ചിട്ടും സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിച്ച് ജലറാണി ഭിന്നശേഷിക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി സേവനം തുടരുന്നു. സ്വന്തം അവശതകൾ മറന്ന് കുട്ടികൾക്ക് വേണ്ടി കഠിനമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ജലറാണി ടീച്ചറെന്ന് കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗിരീശൻ പറഞ്ഞു. ചടങ്ങിൽ പി കെ ദിനേശ് ബാബു, പ്രമോദ്, ശിവദാസൻ, ജിഷ, സുനിൽകുമാർ, പി എം പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. കാമിക ന്യൂസ്, കണ്ണൂർ.